ഹലോ സെവൂസ്. അപ്പം നമ്മൾ ഇപ്പോൾ പ്രാഗിലെത്തി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പ്രാഗിലെത്തിയെന്ന്. ഫ്ലിക്സ്ബസ് എടുത്തിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് പ്രാഗ് സിറ്റിയിലെ വിശേഷങ്ങളൊക്കെ കാണാം ഫസ്റ്റ് ദിവസത്തെ. അപ്പോൾ ഞങ്ങളിവിടെ അപ്പാർട്ട്മെൻറ്റിലെത്തി കഴിഞ്ഞിട്ട് നല്ല അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കിച്ചണൊക്കെ ഉണ്ട്. കിച്ചണും അവിടെ ബാത്റൂം സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് ഞങ്ങളുടെ ലിവിങ് റൂം. അപ്പോൾ ലിവിങ് റൂമിൽ ഇപ്പോൾ അവർ ബെഡായിട്ട് കൺവേർട്ട് ചെയ്തേക്കാണ്. ഞങ്ങളൊരു 6-7 പേരുണ്ട്. അപ്പോൾ ഇത് വേറെ ഒരു ബെഡ്റൂം. പിന്നെ ഇവിടുന്ന് നേരെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടിയിട്ട് വലിയ ഒരു ബെഡ്റൂം. അവിടെയും ഇവർ സോഫ ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സെറ്റപ്പാട്ടോ. നമ്മൾ ബുക്ക് ചെയ്തത് Airbnb ആണ്. Airbnb ത്രൂ ആണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ബാഗുകളും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ സൈറ്റ് സീയിങ് കാണാനായിട്ട്. സൈറ്റ് സീയിങ് എന്ന് പറഞ്ഞാൽ സിറ്റി ജസ്റ്റ് ഒന്ന് കാണാനായിട്ട്. ഫസ്റ്റ് ദിവസം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട്. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ഇതേ സിറ്റി സെൻറ്ററിലാണ് ഉള്ളത്. ഈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലക്ഷറി ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റാണ്. സകല നല്ല അടിപൊളി ബ്രാൻഡുകളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ചുമ്മാ ഒന്ന് നടന്ന് കാണാമെന്ന് വെച്ചിട്ട് വന്നതാണ് ഫസ്റ്റ് ദിവസം. പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട്. ഓൾറെഡി നമ്മൾ എത്തിയപ്പോൾ വൈകിട്ട് ഒരു സമയമായി. ഇവിടെ യൂറോപ്പിലെ ഒരുവിധം കൺട്രികളിലൊക്കെ നമ്മൾ സിറ്റിയിൽ നടുക്കിൽ തന്നെ ഒരു സ്ക്വയർ കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സ്ക്വയറിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. സിറ്റി സെൻറ്റർ സ്ക്വയറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാർ ക്രൗഡൊക്കെ കാണാനുണ്ട്. ഇതിന് ചുറ്റും കുറേ പള്ളികൾ, കത്തീഡ്രൽസ്, പള്ളികൾ, അങ്ങനെ പല ചർച്ചുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബിൽഡിങ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ സെൻറ്ററിൽ തന്നെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം തണുപ്പായതുകൊണ്ട് എല്ലാവരും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങളും ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഒന്ന് നടന്ന് കാണാമെന്ന് വെച്ചു. ഈ കാണുന്നത് ഇവിടുത്തെ പഴയ ഒരു സംഭവമാണ്. ഒരു ആസ്ട്രോണമിക്കൽ ക്ലോക്കാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ടൈം അതിനകത്ത് പെട്ടെന്ന് അങ്ങോട്ട് വായിച്ചെടുക്കാൻ പറ്റില്ല, നോക്കിയിട്ട് കണ്ട് പിടിക്കാൻ പറ്റില്ല. പക്ഷേ പണ്ട് കാലത്ത് എനിക്കൊന്ന് 1914 എങ്ങാണ്ട് ഉണ്ടാക്കിയ ഒരു ക്ലോക്കാണത്. അപ്പോൾ ഇതെല്ലാ മണിക്കൂറിലും ഈ സംഭവം അടിക്കും. ഒരു കുക്കു ക്ലോക്കാണ്. അപ്പോൾ കുക്കു പുറത്തേക്ക് വരും, എന്നിട്ട് സൗണ്ട് ഉണ്ടാക്കും. അതുപോലെ തന്നെ യേശുവിൻ്റെ 12 ശിഷ്യന്മാരെ ഇതിപ്പോൾ റൗണ്ട് അടിച്ച് പോകുന്നൊക്കെ പറയാനുണ്ട് ഇവര്. അപ്പോൾ എന്താണെന്ന് സംഭവം കാണാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ എന്താ പറയുക, ക്വാർട്ടർ ഒക്കെയാണ്, 15-20 മിനിറ്റുകളൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. കുറച്ചുകൂടി നടന്നു കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് നോക്കാം കാണാൻ പറ്റൂല്ലേ എന്ന്. അതായത് ഓരോ മണിക്കൂറിൽ അടിക്കുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സമയം 7 മണി എങ്ങാണ്ടായിട്ടുണ്ട്, 8 മണി എങ്ങാണ്ടായിട്ടുണ്ട്, ഓൾറെഡി കഴിഞ്ഞു. ഇനി അടുത്ത 9 മണിക്കോ അങ്ങനെയൊക്കെ ആയിട്ട് സംഭവം അടിക്കുള്ളൂ. അത് നോക്കിയിട്ട് നമുക്ക് വരണം. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അത് നാളെ കാണാമെന്ന് വെച്ചാൽ എന്തായാലും ഓൾറെഡി നമ്മൾ ടയേർഡാണ്. ഇന്ന് വന്ന ദിവസമാണ്, 5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകണം. എയർബിഎൻബിയിൽ പോയിട്ട് ഇനിയിപ്പോൾ ഒന്ന് റെസ്റ്റ് ഒക്കെ ചെയ്ത് ഫുഡെല്ലാം കഴിച്ച് നാളെ ഫ്രഷ് ആയിട്ട് ഇറങ്ങാൻ വെച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നാളെ കാണാൻ ബാക്കി. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മുടെ Airbnb ഉള്ളത്. അപ്പോൾ ഇത് നമ്മുടെ കറക്റ്റ് സ്റ്റേ ചെയ്യുന്ന സ്ട്രീറ്റാണ്. ഇവിടുത്തെ ഒരു ടിപ്പിക്കൽ പ്രാഗ് ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു സ്ലോപ്പി ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് അത്. ഇവിടെ എല്ലാ പാരലൽ റോഡുകളും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ബസ് എടുത്തിട്ട് വേണം, ഒരു 10 മിനിറ്റ്സ് റൈഡ് ഉണ്ട്, അതെടുത്തിട്ട് വേണം നമ്മൾ സിറ്റി സെൻറ്ററിലേക്ക് പോകാൻ. അപ്പോൾ നമ്മളിവിടെ ഇൻ്റർമീഡിയറ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ഇവിടുന്ന് ഒരു ബസ് മാറി കയറണം. ഇവിടുന്ന് ഇത് മെയിൻ ഒരു സ്റ്റേഷനാണ്. ഇവിടെ മെട്രോ സ്റ്റേഷൻ, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പ്രസ് വന്ന് ഇറങ്ങിയതൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ട്രാം സ്റ്റോപ്പ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ട്രാമോ അല്ലെങ്കിൽ ബസ് കൊടുത്തിട്ട് നമുക്ക് പോകണം. ഇതേ വരുന്നത് ഒരു പഴയ ട്രാമാണ്. പഴയ ട്രാം ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ നേരത്തെ കണ്ടപോലുള്ള ഒരു ട്രാം നമുക്ക് കിട്ടി, ഒരു പഴയ ട്രാം. അപ്പോൾ അതിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മൾ പോണതെന്ന് പറഞ്ഞെങ്കിൽ ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടൊരു കത്തീഡ്രൽ പള്ളിയുണ്ട്, സെൻറ്റ് വിറ്റാൽസ് കത്തീഡ്രൽ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള പാലസ്. അപ്പം അതെല്ലാം കാണാനായിട്ടാണ് പോകുന്നത്. കുറേ പഴയ ഒരു വാറൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഉള്ള ഒരു പാലസാണ്. അപ്പോൾ വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള സ്ഥലമാണ് അത് കാണാനാണ് പോകുന്നത്. ഇവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ നമ്മൾ ജർമ്മനിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. യൂറോപ്പാണേലും പല സ്ഥലത്തും പല കൾച്ചറും ലൈഫ് സ്റ്റൈലും അതൊക്കെയാണ്.
അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ മാറ്റങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം ഞങ്ങളിവിടെ സ്റ്റോപ്പിലെത്തിയിട്ട് ഇറങ്ങി നടക്കാനുള്ള പരിപാടിയാണ്. എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് വലിയ പിടിയൊന്നും. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പള്ളി ആൻഡ് അതിൻ്റെ കോംപ്ലക്സിലേക്ക്. അപ്പോൾ ചെറിയൊരു കയറ്റം ഇങ്ങനെ കയറാനുണ്ട്. അതൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ പള്ളി നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് നല്ല വ്യൂ ആണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് നടക്കാം, നടന്നിട്ട് മേളിലുള്ള കാഴ്ചകൾ എന്താണെന്ന് കാണാം, പള്ളി, പാലസ് ഇതെല്ലാം കാണാം. അപ്പോൾ സൈഡിലൊക്കെ നിന്നിട്ട് കുറേ ലൈവ് പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത് വായിക്കുന്നുണ്ട്. ഗിറ്റാറല്ല എന്തോ ഒരു സാധനം, അതേപോലൊരു സാധനം വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സൈഡിൽ ചെറിയ കച്ചവടക്കാരൊക്കെ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് എത്തി, ഏറ്റവും മുകളിലേക്ക് എത്തി. ഇതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് വേണം പള്ളി അങ്ങനത്തെ ഇതൊക്കെല്ലാം കോംപ്ലക്സിലേക്ക് എത്താനായിട്ട്. നമുക്ക് ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇവിടെ നല്ല രസമാണ് നിൽക്കാനായിട്ട്. കംപ്ലീറ്റ് പ്രാഗിൻ്റെ ഒരു നമുക്കൊരു വ്യൂ കിട്ടും ഇവിടുന്ന്. അപ്പോൾ അതാണ് കാണുന്നത്. നമ്മൾ ഇന്നലെ രാത്രി കണ്ട ആസ്ട്രോണമിക്കൽ ക്ലോക്ക്, അതുപോലെ ചർച്ചിന്റെ സ്ക്വയർ, അതെല്ലാം ആ കാണുന്ന സ്ഥലത്താണ്. അപ്പോൾ ഒരു ഓവറോൾ വ്യൂ നമുക്ക് കാണാനുണ്ട്. നമ്മൾ എൻട്രൻസ് വഴി ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് പാലസിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്, അതൊക്കെ ബിൽഡിങ്സ് ആണ്. ഈ പാലസിന്റെ പേര് ലോക്കോവിക്സ്കി എന്നാണ് ഈ പാലസിന്റെ പേര്. ഇതിൻ്റെ തന്നെ ആർട്ട് മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും ഇവിടെ ഉള്ളിൽ കയറുന്നില്ല, ജസ്റ്റ് ഇവിടെ നിന്ന് ഔട്ട് സൈഡ് ഒന്ന് കണ്ടിട്ട് നമുക്ക് പള്ളിയുടെ അങ്ങോട്ട് പോകാന്ന് വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഈ ബിൽഡിംഗ് ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് പള്ളിയുടെ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ആ പള്ളി, സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ. ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഇങ്ങനെ ഒരു വ്യൂ കൂടെ. നമ്മൾ ആ നടക്കുന്ന വഴിയിൽ നിന്ന് കയറി വരുമ്പോൾ കാണുന്ന വ്യൂ ആണത്. അടിപൊളിയാണ് സംഭവം. ഈ പള്ളി വേറൊരു ലെവല് പള്ളി തന്നെയാണ്. മരിയ തെരേസിയ പിയ ഫെലിക്സ് ഔഗസ്റ്റ എന്ന് പറഞ്ഞ എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ട് ഗൈസ്. എന്തോ പഴയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. പള്ളിയുടെ ഭാഗമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണത്. പള്ളി തന്നെയാണ്. ഇത് കുരിശൊക്കെ കാണാനുണ്ട് മേളിൽ. സംഭവം എന്തെങ്കിലും കണ്ടില്ലേ, എന്താണെന്നൊരു സംഭവം ഒരു ഐഡിയ ഇല്ല. എന്തായാലും അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഇത്രയും പ്രതീക്ഷയില്ല. പ്രാഗ് പൊളിയാണ്, നല്ല അടിപൊളി സ്ഥലം. ഈ പള്ളി ഒരു ലെവല്, ഒരു രക്ഷയില്ലാത്ത പള്ളി. പെട്ടെന്ന് അങ്ങ് കയറി വന്നപ്പോഴേക്കും ഞെട്ടിപ്പോയി. എന്താണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. എന്തായാലും ഉള്ളിൽ പോയിട്ട് ബാക്കി കാണാം. ഇതെന്താണ് ഗൈസ്, ഇവിടെ ക്യൂ എല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഇത് പള്ളി കയറാനുള്ള ക്യൂ ആണോന്ന് അറിയില്ല. സംഭവം അറിയില്ല എന്താ സംഭവം എന്ന്. നിങ്ങളെന്തായാലും പള്ളിയുടെ സൈഡിലൂടെ കയറാൻ പറ്റും നോട്ടെ.
അപ്പോൾ ഇതപ്പോൾ കത്തീഡ്രലിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ഞങ്ങളിവിടെ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് വേണം. ടിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ട ക്യൂ ഇല്ലേ, ആ ക്യൂ ടിക്കറ്റ് എടുത്തിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ അവസാനം പള്ളിയുടെ ഉള്ളിലേക്ക് കയറി. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് പള്ളിയുടെ ഉള്ളിലേക്ക് കയറി. എന്നാലും കുഴപ്പമൊന്നുമില്ല. 6 മണിക്കൂർ വെയിറ്റ് നല്ല വൃത്തിയായിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. കാരണം ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നമ്മൾ കാണുന്നത് കുറേ ആർട്ട് വർക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് പെയിൻറ്റിങ്ങും അതേപോലെ തന്നെ വേറെ പല ആർട്ട് വർക്കുകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഉള്ളിൽ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഈ കയറി വരുമ്പോൾ തന്നെയുള്ള ഫസ്റ്റത്തെ ജനാലകളുമേത്ത് ആ ഒരു ലൈറ്റിങ്ങും ഇപ്പം ഞങ്ങൾ കയറിയപ്പോൾ നല്ല സണ്ണി ആയിട്ടുള്ള ഡേ. ഈ ചർച്ച് ഫസ്റ്റ് കണ്ടുപിടിച്ചത് 930 പറഞ്ഞത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 930. പിന്നെ അതിന്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ പതുക്കെ തുടങ്ങിയത് 1344 എന്നിട്ട് സംഭവം എല്ലാം കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും 1929 അടുത്തായി അത്. അപ്പൊ അതുവരേക്ക് ഇത് പണിതുകൊണ്ടിരിക്കുക തന്നെയാണ്. എന്ന് വെച്ചാൽ പല പല ആർക്കിടെക്ചർ എങ്ങനെ പണിത് കയറ്റാനായിട്ട് ഒരുപാട് സമയം വേണം. ഒരുപാട് ശില്പങ്ങള്, സ്കൾപ്ചേഴ്സ്, പല കൊത്തുപണികള്, ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. വളരെ മൈന്യൂട്ടായിട്ട് പോലും വർക്കുകൾ അവർ പലതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്രയും വലിയൊരു പള്ളിയല്ലേ, അപ്പം അത് ഈ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ തന്നെ നല്ലൊരു സമയം എടുക്കും. എന്തായാലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ഫീലാണ്. നമ്മൾ ഇവിടെ സ്പോട്ടിൽ വന്ന് തന്നെ കാണണം, എന്നാലും നമുക്ക് മനസ്സിലാവുള്ളൂ. കുഞ്ഞു ഇപ്പൊ ഞങ്ങൾ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തുനിന്നുള്ള വ്യൂ ആണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല വലുപ്പമുള്ളൊരു വലിയൊരു പള്ളിയാണ്. ഇനിയിപ്പോ നമ്മളിവിടെ അടുത്തൊരു സംഭവം കാണാനുണ്ട്. പള്ളിയുടെ അടുത്ത് തന്നെയുള്ള ഒരു ബിൽഡിംഗ്. ഇതെന്തോ ഇവിടുത്തെ കിങ്ങിന്റെ കാസലിന്റെ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ പറ്റിയുള്ള എന്തോ സംഭവമാണത്. അത് കറക്റ്റ് നമ്മൾ ഇറങ്ങിയിട്ട് നോക്കേണ്ടി വരും, വായിച്ചു നോക്കേണ്ടി വരും. വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് രാജാവിൻ്റെ കിരീടധാരണത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന സ്ഥലമാണ്. അപ്പോൾ 1500 ആ ഒരു ടൈമിലൊക്കെ രാജാവിൻ്റെ കോർപ്പറേഷന് വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് യൂസ് ചെയ്ത ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. വലിയ വലിയ ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ രാജാക്കന്മാരുടെ ഫോട്ടോസ് ആണോ, അത് ഇവിടുത്തെ മെയിനായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഫോട്ടോസാണ്. അപ്പം അത് ഒരു വലിയൊരു ഹാളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ മീറ്റിംഗ് ഒക്കെ കൂടുന്ന സ്ഥലം തോന്നാറുണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഡയറ്റ് ഹാൾ എന്നാണ്. അപ്പോൾ നല്ല ഫണ്ണി ആയിട്ടുള്ളൊരു പേരായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇവിടുത്തെ സംഭവം അത്ര ഫണ്ണിയൊന്നുമല്ല കേട്ടോ. ഇവിടെ ഇരുന്നിട്ടാണ് ഇവിടുത്തെ റൂളേഴ്സ്, നിങ്ങൾ നടുക്ക് കാണുന്ന ആ ഒരു ഗോൾഡിൻ്റെ കളറുള്ള ചെയറില്ലേ, ആ ചെയറിനകത്ത് ഇവിടുത്തെ റൂളർ ഇരുന്നിട്ട് ഇതിന് ചുറ്റുമുള്ള ആൾക്കാർ, മെയിനായിട്ടുള്ള ഒഫീഷ്യൽസൊക്കെ ഇരുന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്ന ഒരു ഹാളാണിത്. അപ്പോൾ ഹിസ്റ്ററിയിലൊക്കെ വളരെ പ്രാധാന്യമുള്ളൊരു ഹാളാണ്. 1559 ആ ഒരു ടൈമിലൊക്കെയാണ് ഈ ഒരു ഹാള് മെയിനായിട്ട് ഓപ്പറേഷനിലായത്.
ഇതിപ്പോൾ ഞങ്ങളവിടെ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് കയറി വന്നു. കയറി വന്നിട്ടുള്ളൊരു ഹാളിലെ പെയിൻറ്റിങ്സ് ആണത്. ഇത് ഇവിടുത്തെ ഓരോ ഡൈനാസിറ്റിയെ പറ്റിയാണോ അതോ ഓരോ എന്തിനൊക്കെ പറ്റി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വിത്ത് പിക്ചേഴ്സ്. എന്തെന്ന് കറക്റ്റ് അറിയില്ല. ഇവിടെ കുറേ ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തോ ഒരു എന്താ സംഭവം മനസ്സിലാവുന്നില്ല. ഇവിടെ നിന്ന് ഫുഡ് അടിക്കാനാണോ അതോ എന്തെങ്കിലും പരിപാടി കൂടാനാണോ എന്നറിയില്ല. ടേബിൾസ് ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ ഈ റൂമിൽ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കാണാൻ പറ്റും സ്റ്റോണുകളൊക്കെ വെച്ച്, മാർബിൾസ് ആണോ എന്താ സംഭവം എന്നറിയില്ല, സ്റ്റോൺസ് വെച്ചിട്ട് കൊത്തി ഒരു വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ തല മാത്രമായിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓരോന്നിട്ട്. എന്തിന്റെ ഭാഗമായിട്ടുള്ള സംഭവം എന്നറിയില്ല. പിന്നെ ഈ റൂമിൽ എന്ന് പറഞ്ഞാൽ അവര് പണ്ട് കാലത്ത് യൂസ് ചെയ്തിട്ടുള്ള ബുക്കുകൾ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഷെൽഫിൽ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാം. അങ്ങനെ സമയം അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന് നിന്നില്ല. അടുത്ത റൂമിലേക്ക് പ്രൊസീഡ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ തന്നെ അടുത്ത ഒരു റൂമിലായിട്ട് ചാപ്പൽ ഉണ്ട്. അപ്പോൾ ഇവർക്ക് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം, ചാപ്പൽ, പള്ളി അതിനകത്ത് തന്നെ ഉണ്ട്. അതാണ് ഈ കാണുന്നത്. അതിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ഒരു കൂടില് ഇവിടെ ഒരു ടോപ്പ് പോലെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പഴയ കാലത്തുണ്ടായിരുന്ന ഈ രാജാവിൻ്റെ അതോ ഇവിടുത്തെ രാജ്ഞിയുടെ ഒക്കെ എന്തൊക്കെയോ സംഭവങ്ങളാണ് അത്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് അതിനോട് ചേർന്നിട്ട് തന്നെയുള്ള വേറൊരു ബിൽഡിങ്ങിലാണ്. അവിടെ പണ്ട് കാലത്ത് വാറിനൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഗ്ലാഡിയേറ്റർ മൂവി കണ്ടിട്ടില്ലേ പണ്ടത്തെ, അപ്പൊ അതില് യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളുടെ ഒരു കളക്ഷൻ പണ്ടത്തെ അത് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അവര്. അപ്പൊ അത് അങ്ങനെ മ്യൂസിയം പോലെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് ഇവിടെ തോന്നിയത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.